ടി ജി നേരത്തെ ഉള്ള ചർച്ചകളിൽ നമ്മൾ പറഞ്ഞിരുന്നു ട്രംപിന് വട്ടാണെങ്കിൽ ഖമേനിക്ക് മുഴുവട്ടാണ് എന്നുള്ളത്. അപ്പോൾ നമ്മളന്ന് യുദ്ധമുണ്ടാകുമോ ഇല്ലയോ എന്നുള്ളൊരു സംശയത്തിലായിരുന്നു. പക്ഷേ അന്ന് നമ്മൾ പറഞ്ഞിരുന്നു ഈ അമേരിക്കയുടെ ചില കൺസേൺസ്, അതായത് UAE, സൗദി തുടങ്ങിയ രാജ്യങ്ങളിലുള്ള അവരുടെ ബേസുകൾ ആക്രമിച്ചേക്കാം എന്നുള്ളത് കണക്കിലെടുത്താണ് അവർ യുദ്ധത്തിന് ഒരുങ്ങുക എന്നുള്ളത്. പക്ഷേ ഇതൊക്കെ കണക്കിലെടുത്തുകൊണ്ടായിരിക്കാം അവർ യുദ്ധം ആരംഭിച്ചു. ഖമനേയി കൊല്ലപ്പെട്ടു. അപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു. പക്ഷേ അമേരിക്കയും ഇസ്രായേലും വിചാരിച്ച പോലെ ഇറാനെ അവസാനിപ്പിക്കാൻ കഴിയുന്നില്ല എന്ന ഒരു ഇതിലാണ് ഇപ്പോൾ നിൽക്കുന്നത് എന്ന് തോന്നുന്നു. അല്ല, അമേരിക്ക വിചാരിച്ച പോലെ എന്ന് പറയുമ്പോൾ എന്തായിരുന്നു അമേരിക്കയുടെ വിചാരം അതാർക്കും അറിയില്ല. ഇപ്പോൾ എല്ലാവരും പറയുന്നത് യുദ്ധം നീണ്ടുപോകുന്നു, എന്ത് ചെയ്യണമെന്ന് അമേരിക്കയ്ക്ക് അറിയില്ല, എവിടെയെങ്കിലും കൊണ്ടുവന്നിട്ട് യുദ്ധത്തെ അങ്ങ് ഉപേക്ഷിക്കും. ഇത് ഒരു ഡിസൈനായിക്കൂടെ? ടു ടേപ്പർ ഇറ്റ് ഓഫ്. യുദ്ധം ഇങ്ങനെ അതിൻ്റെ പീക്കിലെത്തിച്ചിട്ട് പിന്നെ കുറച്ച് വെടി നിർത്തിയോന്ന് ചോദിച്ചാൽ വെടിയൊന്നും നിർത്തിയിട്ടില്ല, അവിടെ ഇവിടെ ഇങ്ങനെ കുറച്ച് വെടിപെട്ടു, ഇങ്ങനെ അങ്ങ് നീട്ടി അതങ്ങ് ഉപേക്ഷിക്കുക. അതൊരു തോൽവിയായിട്ട് വ്യാഖ്യാനിക്കപ്പെടും. അങ്ങനെ അമേരിക്ക ഒരുപാട് സ്ഥലത്ത് തോറ്റിട്ടുണ്ട്. വിയറ്റ്നാമിൽ തോറ്റു, അഫ്ഗാനിസ്ഥാനിൽ തോറ്റു എന്നൊക്കെ നമ്മൾ പറയുമെങ്കിലും അമേരിക്ക വാസ്തവത്തിൽ വിജയിക്കുകയല്ലേ ചെയ്തിരിക്കുന്നത്. ഇത് അവരുടെ ഒരു ഡിസിഷനാണെങ്കിലോ, ഈ നരസിംഹറാവു പണ്ട് പറഞ്ഞിരുന്നു, നോട്ട് ടേക്കിംഗ് എ ഡിസിഷൻ ഈസ് ഓൾസോ എ ഡിസിഷൻ. തീരുമാനമെടുക്കാതിരിക്കുക എന്നുള്ളതൊരു തീരുമാനമാണ്. അപ്പോൾ ഏത് കാര്യത്തിൽ തീരുമാനമെടുക്കാതെ ഇങ്ങനെ നീട്ടിക്കൊണ്ട് പോകണം, ആ തീരുമാനം മിക്കവാറും അമേരിക്ക എടുത്തുകൊണ്ടിരിക്കുന്നു. ഒരു കാര്യം സമ്മതിക്കണം, അമേരിക്ക ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയാണ്, ഏറ്റവും വലിയ സൈനിക ശക്തിയുമാണ്, സംരക്ഷിതമായ ഒരു രാജ്യമാണ്. രണ്ട് വശത്തും വിശാലമായ കടലാണ്. ഒരു വശത്ത് പസഫിക്, മറ്റേ വശത്ത് അറ്റ്ലാന്റിക്. വടക്ക് വശത്ത് കാനഡ, അമേരിക്കയെ ഒരു ശല്യവും ചെയ്യില്ല. തെക്ക് വശത്ത് മെക്സിക്കോ, അമേരിക്കയെ ശല്യം ചെയ്യാൻ ആലോചിക്കുക പോലുമില്ല. അവിടെ നിന്ന് കുറേ പേര് ചാടി ഇപ്പുറത്തേക്ക് വരും, അതിന് വലിയ വേലിയൊക്കെ കെട്ടി അവിടെ കാവലുമൊക്കെ നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ആർക്കും ശല്യം ചെയ്യാൻ പറ്റാത്ത, ആർക്കും ബോംബിടാൻ പറ്റാത്ത, ആർക്കും എത്തിപ്പെടാൻ പറ്റാത്ത ഒരു മഹാസാമ്രാജ്യമായിട്ട് പ്രകൃതി അമേരിക്കയ്ക്ക് കൊടുത്തിരിക്കുന്നു. അവിടെ ഉണ്ടായിരുന്ന തദ്ദേശീയരെ മുഴുവൻ അടിച്ചോടിച്ച് ബാക്കിയുള്ളവർ റിസർവേഷൻസ് എന്നൊക്കെ പറഞ്ഞ് ഇപ്പോഴും അവരെ പുറത്തിറങ്ങാൻ സമ്മതിക്കാതെ റെഡ് ഇന്ത്യൻസ് എന്ന് പറഞ്ഞിട്ട് പ്രത്യേക ഏരിയയൊക്കെ തിരിച്ച് അങ്ങനെ അതിക്രൂരമായ ഒരു സാമ്രാജ്യത്വം എത്രയോ വർഷമായിട്ട് നടത്തിക്കൊണ്ട് പോകുന്ന ആൾക്കാരാണ് അമേരിക്ക. അതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം ഒരു യുദ്ധം, ജയം, തോൽവിയൊക്കെ അവർ ഓരോ ദിവസവും അവർ ടാർഗറ്റ് മാറ്റിക്കൊണ്ടിരിക്കും. ഞാനിപ്പോൾ ഇന്ന് ചില കാര്യങ്ങൾ പറയണമെന്ന് വിചാരിച്ചതാണ്. ബട്ട് പെട്ടെന്ന് ടി വിയിൽ ഫ്ലാഷ് വരുന്നു, യുദ്ധം എപ്പോൾ തീരുമെന്ന് അറിയില്ല എന്ന് ട്രംപ്. രാവിലെ അതേ ടി വിയിൽ ഞാൻ ഫ്ലാഷ് കണ്ടതാണ്, യുദ്ധം ഉടൻ നിർത്തുമെന്ന് ട്രംപ്. ഒരു 4 മണിക്കൂറായില്ല, യുദ്ധം എപ്പോൾ നിർത്തുമെന്ന് പറയാനാവില്ല എന്ന് ട്രംപ്. ഈ അവസ്ഥയിൽ നമ്മൾ എന്താ പറയുക? ഇത് ഈ കാർന്നോർ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കാർന്നോർക്ക് ഭ്രാന്താണ് എന്ന് നമുക്ക് പറയാം. പക്ഷേ ആ ഭ്രാന്ത് തന്നെ ഒരു ഡിസൈൻ ചെയ്തതാണെങ്കിലോ, ഹൗ ഡു യു നോ? അപ്പോൾ ഈ ഭ്രാന്ത് അഭിനയിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. അവർക്ക് അമേരിക്കയ്ക്ക് കൺവീനിയൻ്റ് ആണെന്ന് തോന്നുകയാണെങ്കിൽ അവർ ഭ്രാന്തിനെ അംഗീകരിക്കും. ട്രംപിൻ്റെ ഭ്രാന്തിനെ അവർ അംഗീകരിച്ചു. ട്രംപിൻ്റെ യുദ്ധത്തിനുള്ള പവർ അത് കുറയ്ക്കാനായിട്ട് ഒരു ബില്ല് വന്നു. ആ ബില്ല് തോറ്റുപോയി. 5-6 വോട്ടിനാണ്, പക്ഷേ ട്രംപ് ജയിച്ചു. അപ്പോൾ അമേരിക്കക്കാർക്ക് യുദ്ധത്തോട് വലിയ വിരോധമൊന്നുമില്ല. അമേരിക്ക ജനത കുറച്ചെങ്കിലും പ്രൊട്ടസ്റ്റ് അവർക്കുള്ളത് ഈ താരിഫിട്ട് കളിച്ചതിലാണ്. അത് നഷ്ടക്കച്ചവടമായിപ്പോയി എന്ന് അവർക്ക് തോന്നുന്നു. അതിൻ്റെ പേരിൽ ട്രംപിനെതിരെ വലിയ കോലാഹലമൊക്കെ നടക്കുന്നുണ്ട്. ബാക്കി നടക്കുന്ന കോലാഹലം നേരത്തെ മുതൽ ട്രംപിനെതിരെ ഉള്ള ആൾക്കാരുണ്ട്. എൻവയൺമെൻ്റലിസ്റ്റുകൾ മുഴുവൻ ഇങ്ങർക്കെതിരാണ്. ഇങ്ങനെ ഈ കാർബൺ കണ്ടീഷൻ അത് ഇതൊന്നും ട്രംപ് വകവയ്ക്കുന്നില്ല.
കാർബണൊക്കെ അങ്ങ് ഉണ്ടായിക്കൊണ്ടിര അത് അടുത്ത തലമുറ അതിൻ്റെ പരിഹാരം എന്താണെന്ന് വെച്ചാൽ കണ്ടോളൂ. നമ്മുടെ ജോലി ഇപ്പം നടക്കണം. അമേരിക്കയുടെ എണ്ണ ഉൽപ്പാദനം നിർത്തി വെച്ചിട്ട് ബാക്കിയുള്ളവരെ കൊണ്ട് എണ്ണ ഉൽപ്പാദിപ്പിക്കുക, അത് കൺസ്യൂം ചെയ്യുക. അവസാനം ഇവരുടെയൊക്കെ തീരുമല്ലോ, 10-200 കൊല്ലം കഴിയുമ്പോൾ ഇവരുടെ തീരും. അപ്പോൾ ലോകത്ത് അമേരിക്കയുടെ കയ്യിൽ മാത്രമേ എണ്ണ ഉണ്ടാവുള്ളൂ. ഈ കണ്ടീഷനാണ് അമേരിക്ക നിന്നത്. ട്രംപ് വന്നിട്ട് ഒരു കാര്യവും കൂടാതെ ഡ്രിൽ ബേബി ഡ്രിൽ, കുഴിക്കിടാനുണ്ടോ? അല്ല ചേട്ടാ നമ്മുടെ ഡിസൈൻ, അതിലൊന്നും വലിയ കാര്യമില്ല. റഷ്യയും ഇതേ ഡിസൈനിൽ നിന്നാണ്. റഷ്യയുടെ സൈബീരിയൻ മേഖല മുഴുവൻ എണ്ണയാണ്. റഷ്യയും ഇത് തന്നെ ചെയ്തു. ബട്ട് യുക്രൈൻ യുദ്ധം വന്നു കഴിഞ്ഞപ്പോൾ റഷ്യയും മാറി. എല്ലാവർക്കും എണ്ണ തരാം, വില കുറച്ച് തരാം, കാശ് വേണമല്ലോ യുദ്ധത്തിന്. ഇങ്ങനെ സാഹചര്യമനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ് ലോകത്തിൻ്റെ.